കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കും മകൾക്കുമെതിരായ സൈബർ അധിക്ഷേപത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അധിക്ഷേപം തുടങ്ങിയത്. IAS IPS ഓഫീസേഴ്സ് അസോസിയേഷനും പ്രതിപക്ഷ നേതാക്കളും മിശ്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബി ദിലീപ് കുമാർ ഒരിക്കൽ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. ദിലീപ്, രാജ്യദ്രോഹി, ചതിയൻ, ഒറ്റുകാരൻ തുടങ്ങിയ വാക്കുകൾ കൊണ്ടുള്ള അതിരൂക്ഷമായ സൈബർ ആക്രമണം മിശ്രി നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ലോക്ക് ചെയ്ത് വെക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു ആക്രമണം, അത് ഏത് തലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? മകളെയും ഒക്കെ ആക്രമിക്കുന്ന തരത്തിലേക്ക്, സൈബർ അധിക്ഷേപം നടത്തുന്ന തരത്തിലേക്ക്. അനുജ, വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വലിയ അധിക്ഷേപമുണ്ടായത്. വിക്രം മിശ്രയ്ക്ക് മാത്രമല്ല, അഭിഭാഷകയായ മകൾക്കെതിരെയും വലിയ അധിക്ഷേപമുണ്ടായി. വിക്രം മിശ്രയുടെ തീരുമാനമാണ് ഈ വെടിനിർത്തൽ എന്ന് തെറ്റിദ്ധരിച്ചാണ് പലരും വിക്രം മിശ്രയെയും മകളെയും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക്, രാജ്യദ്രോഹി തുടങ്ങിയ വിശേഷണങ്ങൾ ചേർത്തുകൊണ്ട് വിക്രം മിശ്രയെ അധിക്ഷേപിക്കുന്ന തലത്തിലേക്ക് എത്തിയത്. നമുക്കറിയാം, ഏറ്റവും സമർത്ഥമായി ഈ വിഷയം കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നത്. വലിയ പ്രകോപനമുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്താതെ സംയമനത്തിൻ്റെ ഭാഷയിൽ പ്രതികരിച്ചിരുന്ന, ഈ വിവരങ്ങൾ ലോകത്തെ അറിയിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ വിക്രം മിശ്രി. ജമ്മു കശ്മീരിലാണ്, ശ്രീനഗറിലാണ് വിക്രം മിശ്രിയുടെ ജനനം, അവിടെയാണ് പഠനവുമൊക്കെ. പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്ന IK ഗുജറാൾ, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി തുടങ്ങിയവരുടെയൊക്കെ സെക്രട്ടറിയായി വിക്രം മിശ്രി പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനപതിയായും ഡെപ്യൂട്ടി സ്ഥാനപതിയായും ഒക്കെ വിക്രം മിശ്രി പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുണ്ട്. ഈ വിദേശകാര്യ സെക്രട്ടറി ചുമതലയിലേക്ക് വരുന്ന മുമ്പ് അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപമേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷയുടെ ഡെപ്യൂട്ടി അഡ്വൈസറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഈ പദവിയിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങൾ, ചൈനയുമായുള്ള ഗൽവാൻ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ചൈനീസ് സ്ഥാനപതിയായിരുന്ന വിക്രം മിശ്രി അത് സമർത്ഥമായി ആ വിഷയം കൈകാര്യം ചെയ്തത് ലോകം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മകൾ അഭിഭാഷകയാണ്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു നിയമ സ്ഥാപനത്തിലാണ് അഭിഭാഷകയായി വർക്ക് ചെയ്യുന്നത്. അതൊരു പ്രമുഖ സ്ഥാപനമാണ്. രാജ്യാന്തര തലത്തിലുള്ള വാണിജ്യ കരാറുകൾ, ഇൻ്റർനാഷണൽ ആർബിട്രേഷൻസ് എന്നിവ കൈകാര്യം ചെയ്യുന്ന, ഇന്ത്യയുടേതടക്കം പല ആർബിട്രേഷൻസ് കേസുകളും കൈകാര്യം ചെയ്യുന്ന സ്ഥാപനത്തിലാണ് മകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിനു മുമ്പൊരു ഹ്രസ്വകാലം അതായത് ഡൽഹിയിലെ നിയമവിദ്യാർത്ഥിയായിരിക്കെ UNHRCയിൽ ഇന്റേണായി മകൾ പ്രവർത്തിച്ചിരുന്നു. അന്ന് മ്യാൻമാർ അഭയാർത്ഥികൾക്ക് വേണ്ടി വാദിച്ചു എന്നൊക്കെയുള്ള തെറ്റായ ചില ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ അധിക്ഷേപത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. ഏതായാലും വിക്രം മിശ്രി ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. തെറ്റായി പ്രചരണങ്ങൾക്കെതിരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനെതിരെ, സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിൽ വലിയ അധിക്ഷേപം നടക്കുന്നതിനെതിരെ ശശി തരൂർ MP-യും അതോടൊപ്പം തന്നെ AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും അഖിലേഷ് യാദവ്, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. വിക്രം മിശ്രി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അനുജ, അതിനിടെയാണ് ഇപ്പോൾ മിശ്രയ്ക്ക് പിന്തുണയുമായി പ്രതിപക്ഷവും IAS IPS ഓഫീസേഴ്സ് അസോസിയേഷനും ഒക്കെ രംഗത്തെത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് MP-യുടെ പ്രതികരണം കാണാം. ഈ യുദ്ധവെറിയും യുദ്ധജ്വരവും സൃഷ്ടിച്ചിട്ട് ജാള്യതയിലായിട്ടുള്ള തീവ്ര വലതുപക്ഷ വിഭാഗക്കാർ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചിലേക്ക് കയറുകയാണ്. അതായത് വിക്രം മിശ്രി എന്ന വിദേശകാര്യ സെക്രട്ടറിക്ക് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിവെക്കേണ്ട ഒരു ഗതികേടുണ്ടായി. ആ ഉദ്യോഗസ്ഥൻ്റെ കുടുംബാംഗങ്ങളെപ്പോലും മകളെപ്പോലും വലിച്ചിഴച്ചുകൊണ്ട് വിദ്വേഷത്തിൻ്റെ ജ്വാല സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ജനാധിപത്യ വ്യവഹാരം മാറി എന്നുള്ളത് നമുക്ക് ആശങ്കാജനകമാണ്. കുറ്റപരി കൊല്ലപ്പെട്ട ആൾക്കാരെ, ആരതിയെയും അതുപോലെ തന്നെ ഹിമാൻഷി നെഹ്വാളിനെയും ഒക്കെ വിദ്വേഷം കൊണ്ടും വെറുപ്പ് കൊണ്ടും മൂടിയ ആൾക്കാർ ഒരു ഫോറിൻ സെക്രട്ടറിക്കെതിരെ ഇതുപോലുള്ള വിദ്വേഷ പ്രചരണം നടത്തുന്നതിൽ എനിക്ക് ആരും അത്ഭുതവുമില്ല. അത് കൂട്ടി വായിക്കേണ്ട കാര്യമാണ്. ദിലീപ് കുമാർ തുടരുന്നുണ്ട്. ദിലീപ്, അതായത് ഈ IAS IPS ഓഫീസേഴ്സ് അസോസിയേഷൻ മാത്രമല്ല, പ്രതിപക്ഷമൊക്കെ പൂർണ്ണമായും ഇദ്ദേഹത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അത് പുറത്തേക്ക് വരികയാണ് അല്ലേ? അനുജ, അതെ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ BJP-യുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാക്കളും അതോടൊപ്പം തന്നെ IAS IPS
ഉദ്യോഗസ്ഥരും നയതന്ത്ര രംഗത്തെ വിദഗ്ധരുമൊക്കെ നിരുപമ മേനോൻ റാവു അടക്കമുള്ളവരൊക്കെ ശക്തമായി ഈ അധിക്ഷേപത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ തീരുമാനങ്ങൾ നടപ്പാക്കുക, അത് പുറത്തു പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ അധിക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അധിക്ഷേപത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നാണ് ഇവരൊക്കെ തന്നെ പറയുന്നത്. ഏറ്റവും സമർത്ഥമായി, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉറങ്ങാതെ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥനാണ് വിക്രം മിശ്രി. അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും എതിരായിട്ടാണ് ഇത്ര വ്യാപകമായ അധിക്ഷേപം. ഇത് വിക്രം മിശ്രിയുടെ തീരുമാനമാണ് വെടിനിർത്തൽ എന്ന നിലയിൽ ഈ അധിക്ഷേപം സോഷ്യൽ മീഡിയ പേജുകളിൽ വ്യാപകമായി, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾക്ക് താഴെ വലിയ അധിക്ഷേപമാണ് പലരും നടത്തിയിരുന്നത്. ഇതിനെതിരായിട്ടാണ് ഇപ്പോൾ നേതാക്കളും IAS ഓഫീസേഴ്സ് അസോസിയേഷനുമൊക്കെ രംഗത്തെത്തിയിട്ടുള്ളത്. അനുജ.